ആനുകൂല്യങ്ങളും ഞങ്ങൾക്കും കൂടി ഉള്ളതാ. ഞാൻ അത് കാരണം ട്രെയിനിങ്ങിന് പങ്കെടുക്കൂല. എന്നോടൊപ്പം പോരുന്ന ആശമാരുടെ പേര് ഞാൻ സാറിന് തരാം. അതല്ലാതെ ഞാൻ ട്രെയിനിങ്ങിൽ പങ്കെടുക്കൂല, ഞാൻ ട്രെയിനിങ്ങിന് പോകൂല. ഇതൊക്കെ തുടക്കം മുതലേ പറഞ്ഞതുകൊണ്ട് എന്തായെന്നറിയാവോ? ഞങ്ങൾ 2-3 ആശമാർക്ക് 31 ആശമാരുള്ള ഞങ്ങളുടെ സെന്ററിൽ ഞങ്ങൾ 2-3 ആശമാർക്ക് ഒരു 10 പൈസ ഈ ഫെബ്രുവരിയിൽ ഓണറേറിയം വന്നപ്പോ തന്നില്ല. കാരണം എന്താ? ഞങ്ങൾ സമരത്തിന് പോയതുകൊണ്ട് ഞങ്ങളുടെ ഫണ്ട് മൊത്തം പിടിപ്പിച്ച് വെച്ചിപ്പോ. അപ്പൊ ഞാനത് പറഞ്ഞിട്ടുണ്ട്, പറയേണ്ടവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 9 ദിവസം ജനുവരി 31 മുതൽ LCDCയുടെ സർവേ ചെയ്ത LCDC സർവേ എന്ന് പറഞ്ഞ അശ്വമേധം തന്നെ. ഈ കുതിര ചാടി ചാടി നടക്കുമ്പോൾ ആശമാര് ചാടി ചാടി നടക്കണം. അതല്ലേ ആശമാര് ആ നസീറിന്റെ സിനിമയിൽ കാണിച്ച പോലെ, അശ്വമേധം എന്ന് പറഞ്ഞ സിനിമയിൽ കാണിച്ച പോലെ ആശമാരെ ഓരോ വീട് തോറും ഒരു ചോക്കും കൈ പിടിച്ച് XL എന്താ അത് ABCD H വരെ എഴുതണം. അത് മുഴുവൻ എഴുതി ആശമാർ ചാടി ചാടി ഓരോ വീടുകളിൽ നടക്കണം. എത്ര ദിവസം കൊണ്ട് നമ്മുടെ മുന്നിൽ? 14 ദിവസം. എങ്ങനെ നടക്കണം? ഈ എരിപൊരി വെയിലത്ത്. ഈ സമരം മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ ആ സർവേ തീർത്തതാണ്. ഞാൻ സാറിനോട് പ്രത്യേകം പറഞ്ഞു, നമ്മൾ റിപ്പോർട്ട് കൊടുത്തപ്പോൾ പ്രത്യേകം പറഞ്ഞതാണ്, ഞാൻ സമരം മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ എന്റെ സർവേ തീർത്തതാണ് സാറേ. ഞാൻ 50 വീട് വിസിറ്റ് ചെയ്തു. എന്തെങ്കിലും നമുക്ക് 50 വീട് വിസിറ്റ് ചെയ്യണം. ഇതൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാ. 50 വീട് വിസിറ്റ് ചെയ്യണം. പിന്നെ പാലിയേറ്റീവിനെ കാണണം. പാലിയേറ്റീവ് എങ്ങനെ? കിടപ്പായവര്, കിടക്കാത്തവര്. അതായത് കിടപ്പായിരുന്നവര് കട്ടിലെ കിടപ്പ് കിടക്കണവര്. കിടക്കാത്തവരെങ്ങനെയാ? പരസഹായം കൂടാതെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. കാരണം വല്ല വീട് വലിക്കാനൊക്കെ ഇത്തിരി പോകേണ്ട അച്ഛന്മാർക്കൊന്നും കാരണന്മാർക്കൊന്നും പോകാൻ പറ്റില്ല. അവരെ പിടിച്ചു കെട്ടാനാണ് അവരുടെ അനുസരിച്ച് കൊടുക്കണം. മനസ്സിലായോ? ഈ നാട്ടില് മയക്കുമരുന്നും കഞ്ചാവും എന്തോരം ഒഴുകുണ്ട്. ഇവിടെ നമ്മുടെ മക്കളെ വളർത്താൻ നമുക്ക് നിവൃത്തിയുണ്ടോ? നമ്മൾ ഈ നാട് നന്നാക്കാൻ നടക്കുമ്പോൾ നമ്മുടെ മക്കളെ വളർത്താൻ നമുക്കൊരു നിവൃത്തിയുണ്ടോ? നമ്മുടെ മക്കളെ ഏതെങ്കിലും ചതിക്കുഴി പോയി വീണോ നമ്മൾ കാണാൻ നമുക്ക് സമയമുണ്ടോ? എന്തുകൊണ്ടാ? പകല് നമ്മൾ വീട് കയറി ഇറങ്ങാം, രാത്രി നമുക്ക് സമയമുണ്ടോ? നേരം വെളുക്കണതിന് മുമ്പ് ചോറും കറി ഉണ്ടാക്കി വെച്ച് നമുക്ക് രാത്രി റിപ്പോർട്ട് എടുത്താണ്. എന്തിനാ? ഈ മാസം 15-16 കഴിയുമ്പോഴേക്കും 30 ആകുമ്പോഴേക്കും 28 ദിവസം കഴിയുമ്പോഴേക്കും ഈ കഴിഞ്ഞ 28 ദിവസം പണി മുഴുവൻ അങ്ങ് എഴുതി കൊടുക്കണം. എന്തിനൊക്കെ എഴുതണം? നമ്മുടെ ഡയറിയിൽ എഴുതണം, റിപ്പോർട്ടിംഗ് ഫോം എഴുതണം. പിന്നെ 15 മാസം വരെ ഇഞ്ചക്ഷൻ എടുത്ത കൊച്ചുങ്ങൾക്ക് എത്ര കാർഡ് വേണം? കുത്തിവയ്പ്പ് കാർഡിന് എഴുതണം. അത് എഴുതിയിട്ടുണ്ട് KPHമാര് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫ് എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കണം. എന്തെല്ലാം ചെയ്താലാ നമുക്ക് കിട്ടണേ? അല്ലേ? പിന്നെ വൈറ്റമിനെ കൊടുക്കണം. 6 മാസം കൂടുമ്പോ കൊച്ചിന്റെ വായന ഒഴിച്ചു കൊടുക്കാൻ നമ്മൾ തലേ ദിവസം രാത്രി പോയി പിറ്റേ ദിവസം രാവിലെ കൂടി പോയാലേ കൊച്ചിന് കൊടുക്കുള്ളൂ. കാരണം നമ്മുടെ അമ്മമാർക്കും സമയമില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇത് എന്തെല്ലാം രേഖകളിൽ എഴുതി ചേർത്താലാ? ഇത് മുഴുവൻ രാത്രി മുഴുവൻ നമ്മൾ ഇരുന്ന് എഴുതാ അല്ലേ? ഈ റിപ്പോർട്ട് നമ്മൾ കൃത്യമായി കൊടുത്തില്ലെങ്കിൽ എന്താ? ആദ്യത്തെ ഒരു 700 രൂപ അങ്ങ് പോയി. പിന്നെ അടുത്തൊരു ക്ലാസ്സിന് കൂടി രണ്ടാമത്തെ 700 പോയി ഇല്ലേ? അടുത്ത് പിന്നെ ആ സാറിന്റെ വീട്ടിൽ പോയി അവിടെ കിണറ്റില് ക്ലോറിനേഷൻ ഇതിന് 3-ാമത്തെ 700 പോയി അല്ലേ?